ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ചിട്ടായിരുന്നു. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. എങ്ങനെ നമുക്ക് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനീസ് ആക്ട് പ്രകാരം ആൾട്ടർ ചെയ്യാൻ പറ്റും. ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ is the charter of a company and it cannot be altered easily and the Companies Act restrict its alteration. അതായത് മെമ്മറാണ്ടം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യുക എന്നുള്ളത്, അതായത് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നുണ്ട്. നമ്പർ ഓഫ് ഡിഫിക്കൽറ്റീസാണ് ഈ ഒരു ആക്ട് പ്രകാരം മെമ്മറാണ്ടം ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതായത് ചേഞ്ചസ് നടത്തുക, മെമ്മറാണ്ടത്തിൻ്റെ ഏതെങ്കിലും ക്ലോസിലൊക്കെ ചേഞ്ചസ് വരുത്തുന്നതാണ് മെമ്മറാണ്ടം ഓഫ് ആൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസിൽ ഈ ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൾട്ടറേഷൻ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് എക്സെപ്ഷണൽ കേസസും ഉണ്ട്. അതുപോലെ കുറേ ഫോർമാലിറ്റീസും ഡിഫിക്കൽറ്റീസൊക്കെ ഈ മെമ്മറാണ്ടത്തിൽ ചേഞ്ചസ് വരുത്തുന്നതിനുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ആൾട്ടറേഷൻ ഓഫ് നെയിം ക്ലോസ്. നെയിം ക്ലോസിൽ നമുക്ക് എങ്ങനെയൊക്കെ ആൾട്ടറേഷൻ വരുത്താൻ പറ്റും. As per Section 13 of the Act, a company may change its name by a special resolution subject to the provisions of this section and the approval of the central government. But no such approval shall be required where the only change in the name of the company is the addition or deletion of the word private. നെയിം ക്ലോസ് സെക്ഷൻ 13 നെയിം ക്ലോസിൻ്റെ ആൾട്ടറേഷനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് അവരെ ഒരു നെയിം ക്ലോസിൽ നെയിമിൽ എന്തെങ്കിലും ആൾട്ടർ ചെയ്യണമെങ്കിൽ, ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഒന്നെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതായത് ഈ സെക്ഷൻ്റെ പ്രകാരം എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ, അതിന് എന്തൊക്കെ സബ്ജക്റ്റാണ് അതിന് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. രണ്ടാമതെന്ന് വേണ്ടതാണ് അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. ഇങ്ങനൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയത് അത് ആരെ അപ്രൂവ് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നെയിം ക്ലോസിൽ ചേഞ്ചസ് വരുത്താം. അതായത് കമ്പനിയുടെ നെയിമൊക്കെ അവർക്ക് ചേഞ്ച് വരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ സ്പെഷ്യൽ റെസൊല്യൂഷനും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലും ഉണ്ടെങ്കിൽ നെയിം ക്ലോസിൽ ആൾട്ടറേഷൻ വരുത്താം. പക്ഷേ ഈ വേർഡ് പ്രൈവറ്റ് എന്നുള്ള വേർഡ് കമ്പനിയുടെ വേർഡിൻ്റെ കൂടെ പ്രൈവറ്റ് എന്നുള്ള വേർഡിന് മാത്രമാണ് ചേഞ്ചസ് വരുത്തുന്നതെങ്കിൽ ഈ രണ്ട് ആൾട്ടറേഷനും, അതായത് സ്പെഷ്യൽ റെസൊല്യൂഷനും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വേണ്ട ആവശ്യമില്ല. അപ്പോൾ നെയിം ക്ലോസിൽ ആൾട്ടറേഷൻ നടത്തണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയും വേണം, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടുകയും വേണം. രണ്ടാമത് പറയുന്നതാണ് ആൾട്ടറേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ എങ്ങനെയാണ് ആൾട്ടർ ചെയ്യുക എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ ആൾട്ടറേഷൻ നടത്തുന്നതെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എ ഷിഫ്റ്റ് ഇൻ ദി പ്ലേസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പ്ലേസ് സിറ്റുവേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് നിലവിലുള്ള സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് മാറ്റുന്ന ആ ഒരു ഷിഫ്റ്റിനെ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ ആൾട്ടറേഷനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നോട്ടീസ് ഓഫ് എവറി ചേഞ്ച് ഓഫ് ദി സിറ്റുവേഷൻ ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് വെരിഫൈഡ് ഇൻ ദി മാനേഴ്സ് പ്രിസ്ക്രൈബ്ഡ്. അതായത് ഇവർ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ചേഞ്ചസ് നടത്തണം. ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഷാൾ ബി ചേഞ്ച്ഡ് ത്രൂ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി കമ്പനീസ് പാസ് ചെയ്യുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇതിനും എന്ത് വേണം? രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യാനും സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി പാസ് ചെയ്യണം. അതിന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻ ദി കേസ് ഓഫ് എക്സിസ്റ്റിംഗ് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഈ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ലോക്കൽ ലിമിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇനി സിറ്റിയുടെ ടൗൺ വില്ലേജിൻ്റെയൊക്കെ ഔട്ട്സൈഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഈ ആക്ട് പ്രകാരം കമൻസ്മെൻറ്റ് നടത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത് കമ്പനി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ കേസിൽ ഇവർക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ആൾട്ടർ ചെയ്യാൻ പറ്റും. അതായത് എക്സിസ്റ്റിംഗ് കമ്പനിയുടെ കേസിൽ നിലവിലുള്ള സ്ഥലത്തല്ല, പുറത്താണ് ഇവർ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ ചേഞ്ചസ് വരുത്താം. ഇൻ ദി കേസ് ഓഫ് എനി അതർ കമ്പനി, ബാക്കിയുള്ള കമ്പനിയുടെ കേസിലാണെങ്കിൽ ഔട്ട്സൈഡ് ദി ലോക്കൽ ലിമിറ്റ്സ് ഓഫ് എനി സിറ്റി, ടൗൺ ഓർ വില്ലേജ് വേർ സച്ച് ഓഫീസ് ഈസ് ഫസ്റ്റ് സിറ്റുവേറ്റഡ്. ഈ ഒരു ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസ് ഫസ്റ്റ് എവിടെയാണ്?
ഫസ്റ്റ് സിറ്റുവേറ്റ് ചെയ്തപ്പോൾ തന്നെ ഔട്ട് സൈഡ് ആണോ, ലോക്കൽ ലിമിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇനി സിറ്റിയുടെ ടൗൺ ഓർ വില്ലേജിൻ്റെ ഒക്കെ ഔട്ട് സൈഡ് ആണെങ്കിലോ ഇതിനെന്ത് ചെയ്യാം, സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി പാസ് ചെയ്തതിന് ശേഷം അവർക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ചെയ്യാം, രജിസ്റ്റേർഡ് ഓഫീസ് ആൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആൾട്ടറേഷൻ്റെ കാര്യത്തിൽ, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആൾട്ടറേഷൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് എക്സിസ്റ്റിംഗ് കമ്പനീസിൻ്റെ കേസിലാണെങ്കിൽ അവർ ആക്ട് കമൻസ്മെൻറ്റ് നടത്തുന്ന ആ ടൈമിൽ തന്നെ ഓഫീസ് കമ്പനിയുടെ ലിമിറ്റ്സിൻ്റെ ലോക്കൽ ലിമിറ്റ്സിനോ അല്ലെങ്കിൽ ലോക്കൽ ലിമിറ്റ്സിന് പുറത്താണെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് രജിസ്റ്റേർഡ് ഓഫീസ് ആൾട്ടറേഷൻ നടത്താം. ഇനി അതർ കമ്പനിയുടെ കേസിലാണെങ്കിൽ അവർ ഫസ്റ്റ് തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്നതും ഈ ലോക്കൽ ലിമിറ്റ്സിൻ്റെ അല്ലെങ്കിൽ സിറ്റിയുടെ ടൗൺ വില്ലേജിൻ്റെ ഒക്കെ പുറത്താണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി പാസ് ചെയ്തിട്ട് ആൾട്ടറേഷൻ നടത്താൻ പറ്റും. ഈ ഒരു ആൾട്ടറേഷനെ കുറിച്ചിട്ട് പറയുന്നതാണ് സെക്ഷൻ 12 രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൻ്റെ ആൾട്ടറേഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2019 പ്രകാരം the alteration of registered office clause shall not have any legal effect unless it is approved by central government on an application in such a form and the manner prescribed in Rule 13 of the Companies Incorporation Rules 2014. Companies Act 2019 അമെൻമെൻറ്റിൽ പ്രകാരം കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് 2019 പ്രകാരം ഈ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൻ്റെ ആൾട്ടറേഷൻ ലീഗൽ എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ആര് അപ്രൂവ് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യണം. അവർക്കൊരു ആപ്ലിക്കേഷൻ പ്രകാരം ഏത് മാനറിലാണ്, അതായത് ഏത് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പറഞ്ഞ രീതിയിലുള്ള ആപ്ലിക്കേഷൻ അവർ സബ്മിറ്റ് ചെയ്തിട്ട് Rule 13 of the Companies Incorporation Rules 2014 Company Incorporation Rule 2014 പ്രകാരം റൂൾ 13 എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ആൾട്ടറേഷൻ എഫക്റ്റ് ആവുള്ളൂ, ലീഗൽ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ലീഗൽ എഫക്റ്റ് ഉണ്ടായിരിക്കില്ല, ആൾട്ടറേഷൻ ലീഗലായിട്ട് എന്താവും, ഇൻവാലിഡ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ആൾട്ടറേഷൻ ഓഫ് ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസിൻ്റെ ആൾട്ടറേഷൻ എങ്ങനെയൊക്കെയാണ്? Object clause is the most important and sensitive clause in the Memorandum of Association of a company. Rule 32 of the Companies Incorporation Rules 2014 explains the change of its objects for which money is raised through prospectus as follows. ഈ ഒരു ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് ഇത് ഒബ്ജക്റ്റ് ക്ലോസ്. അപ്പോൾ ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസും കൂടിയാണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. റൂൾ 32 പ്രകാരം കമ്പനീസ് ഇൻകോർപ്പറേഷൻ റൂൾസ് 2014 റൂൾ 32 പ്രകാരം ഈ ഒരു ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ മണി റേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഒബ്ജക്ട്സിൽ ആൾട്ടറേഷൻ നടത്തുന്നത്. അതിലൊരു കേസിലാണ് where the company has raised money from public through prospectus and has any unutilized amount out of the money so raised, it shall not change the objects for which the money so raised is to be applied. അതായത് ഒരു കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട്, പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ്, അവർക്ക് ഷെയർ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണ് അവർ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് കമ്പനി മണി റേസ് ചെയ്യുന്ന ടൈമിൽ ഈ അൺയൂട്ടിലൈസ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരിക്കും. ആ യൂട്ടിലൈസ് ചെയ്യാത്ത എമൗണ്ട് പ്രകാരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒബ്ജക്ട്സിൽ ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ നിലവിലുള്ള ഒബ്ജക്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് അവർ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് പാസ്ഡ് ത്രൂ പോസ്റ്റൽ ബാലറ്റ് ആൻഡ് നോട്ടീസ് ഇൻ റെസ്പെക്ട് ഓഫ് ദി റെസൊല്യൂഷൻ ഫോർ ആൾട്ടറിങ് ദി ഒബ്ജക്റ്റ് ഷാൾ കണ്ടെയ്ൻ ദി ഫോളോയിങ് പാർട്ടിക്കുലേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒബ്ജക്റ്റ്, ഈ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് അവിടെ ഉണ്ട്, അതായത് ഉപയോഗിക്കാത്ത എമൗണ്ട് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവർ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം ത്രൂ പോസ്റ്റൽ ബാലറ്റ്. ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റ് വഴിയോ അല്ലെങ്കിൽ ബാലറ്റ് വഴിയും, അതുപോലെ തന്നെ റെസൊല്യൂഷൻ്റെ ഒരു നോട്ടീസും എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ഈ നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ്
കണ്ടെയ്ൻ ചെയ്യേണ്ടത്, അതായത് ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ദ ടോട്ടൽ മണി റിസീവ്ഡ്. എത്രയാണ് ഇവർക്ക് പ്രോസ്പെക്ടസ് വഴി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തപ്പോൾ കമ്പനി ഫോം ചെയ്ത ക്യാപിറ്റൽ ടോട്ടൽ മണി എത്ര വെച്ചാൽ അതവിടെ കാണിക്കണം. അതുപോലെ ദ ടോട്ടൽ മണി യൂട്ടിലൈസ്ഡ് ഫോർ ദി ഒബ്ജക്റ്റ് സ്റ്റേറ്റഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. അപ്പോൾ നമ്മുടെ പ്രോസ്പെക്ടസിൽ പ്രകാരം അവർ എത്ര മണിയാണ് ഒബ്ജക്ട്സിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, യൂട്ടിലൈസ് ചെയ്ത എമൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നതാണ് ദ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഔട്ട് ഓഫ് ദി മണീസ് ഓർ റേസ്ഡ് ടു പ്രോസ്പെക്ടസ്. അതായത് ഉപയോഗിക്കാത്ത യൂട്ടിലൈസ് ചെയ്ത എമൗണ്ട് എത്രയാണ്. പ്രോസ്പെക്ടസ് വഴി നമ്മൾ മണി കളക്ട് ചെയ്യുന്നുണ്ട്, കമ്പനി മണി കളക്ട് ചെയ്യുന്നത്, അതിൽ ഉപയോഗിക്കാത്ത എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണിക്കുക. അതുപോലെ ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ദി പ്രൊപ്പോസ്ഡ് ആൾട്ടറേഷൻ ഓർ ചേഞ്ച് ഇൻ ദി ഒബ്ജക്ട്സ്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആൾട്ടറേഷൻ ചെയ്യുന്നത്, ഒബ്ജക്ട്സിൽ എന്തുകൊണ്ടാണ് പിന്നെ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളും എന്തിൽ വേണം, ഈ ഒരു പെർട്ടിക്കുലേഴ്സിൽ വേണം. പിന്നെ വേണ്ടതാണ് ദ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദി ആൾട്ടറേഷൻ ഓർ ചേഞ്ച് ഇൻ ദി ഒബ്ജക്ട്സ്. അതായത് കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ദ എമൗണ്ട് പ്രൊപ്പോസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി ന്യൂ പ്രൊജക്ട്സ്. അതായത് എത്ര എമൗണ്ടാണ് പുതിയ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ദ എസ്റ്റിമേറ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ദി പ്രൊപ്പോസ്ഡ് ആൾട്ടറേഷൻ ഓൺ ദി ഏണിങ്സ് ആൻഡ് ക്യാഷ് ഫ്ലോ ഓഫ് ദി കമ്പനി. അതായത് ഈ കമ്പനി ഈ ഒരു ആൾട്ടറേഷൻ നടത്തുമ്പോൾ എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ്, അതായത് അവിടെ ഏണിങ്സിലും ക്യാഷ് ഫ്ലോയിലൊക്കെ എങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടാവാന്നുള്ള കാര്യങ്ങളും ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ അതർ റെലവൻറ്റ് ഇൻഫർമേഷൻ വിച്ച് ഈസ് നെസസറി ഫോർ ദി മെമ്പേഴ്സ് ടു ടേക്ക് ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻസ് ഓൺ ദി പ്രൊപ്പോസ്ഡ് റെസൊല്യൂഷൻ. ബാക്കിയുള്ള എന്തൊക്കെ ഇൻഫർമേഷനാണ് ഇതിനെക്കുറിച്ച്, ഈ ഒരു ആൾട്ടറേഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ആ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ദ പ്ലേസ് ഫ്രം വേർ എനി ഇൻട്രസ്റ്റഡ് പേഴ്സൺ മേ ഒബ്റ്റെയിൻ എ കോപ്പി ഓഫ് ദി നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ ടു ബി പാസ്ഡ്. അതായത് ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റഡ് പേഴ്സണ്, അതായത് ഈ കമ്പനിയിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് റൂൾ 32 പ്രകാരം അയാൾക്ക് എന്ത് കൊടുക്കണം, ഒരു നോട്ടീസ്, റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി, നോട്ടീസിൻ്റെ കോപ്പി അയാൾക്ക് കൊടുക്കണം. അയാൾ കിട്ടിയിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്തണം. അതായത് ഏത് പ്ലേസിലാണ് അയാൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. ഇനി രണ്ടാമത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്താണ് ഫസ്റ്റിൽ വരുന്നതാണ്. അതായത് പബ്ലിക്കിന് പ്രോസ്പെക്ടസിലൂടെ മണി റേസ് ചെയ്യുമ്പോൾ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് കാരണം, അതായത് യൂട്ടിലൈസ് ചെയ്യാത്ത എമൗണ്ട് കാരണം ഒബ്ജക്റ്റിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത്തെ പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ഗിവിങ് ഡീറ്റെയിൽസ് of each resolution to be passed for changes in object which shall be published simultaneously with the dispatch of postal ballot notices to shareholders. അതായത് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, ഇങ്ങനെ ഒരു ആൾട്ടറേഷൻ നടത്തുന്നുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് അവർക്ക് കൊടുക്കണം. അത് എന്ത് വഴിയായിരിക്കണം, പോസ്റ്റൽ ബാലറ്റ് വഴിയും അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസൊക്കെ ആയിട്ട് കൊടുക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോട്ടീസ് ഷാൾ ഓൾസോ ബി പ്ലേസ്ഡ് ഓൺ ദി വെബ്സൈറ്റ് ഓഫ് ദി കമ്പനി. ഈ നോട്ടീസ് എന്ത് ചെയ്യണം, കമ്പനിയുടെ വെബ്സൈറ്റിലും കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആൾട്ടറേഷൻ്റെ കാര്യത്തിൽ നോക്കണം. ഇനി പറയുന്നതാണ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി റെസൊല്യൂഷൻ ഷാൾ ഓൾസോ ബി പബ്ലിഷ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം, എന്തായാലും പബ്ലിഷ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്നെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ഒരു ലാംഗ്വേജിലോ ആയിരിക്കണം. പിന്നെ ഇറ്റ് ഈസ് ഇൻ സർക്കുലേഷൻ അറ്റ് ദി പ്ലേസ് വേർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി is situated and shall also be placed on the website of the company if any indicating therein the justification for such change. അതുപോലെ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കമ്പനിയുടെ വെബ്സൈറ്റിലും കൂടി സൂചിപ്പിക്കണം. അപ്പോൾ ഇത്രയാണ് ആൾട്ടറേഷൻ ഓഫ് ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നതാണ് ആൾട്ടറേഷൻ ഓഫ് ലാബിലിറ്റി ക്ലോസ്. ലാബിലിറ്റി ക്ലോസിനെ എങ്ങനെയാണ് ആൾട്ടർ ചെയ്യാൻ പറ്റുക. Generally, the liability clause of Memorandum of Association of a company cannot be altered so as to increase the liability of members unlimited. അതായത് മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണെങ്കിൽ ഇതിലൊരിക്കലും ആൾട്ടറേഷൻ നടത്താൻ പറ്റില്ല. ബട്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 13(1) ഓഫ് ദി കമ്പനീസ് ആക്ട് 2030, a company by a special resolution and after complying with the procedure specified in this section alter the provisions of its memorandum. കമ്പനിക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 13(1) പ്രകാരം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് അതിൽ പറയുന്ന പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ആൾട്ടറേഷൻ നടത്താൻ പറ്റും. സോ ദ കമ്പനി ക്യാൻ ചേഞ്ച് ദി ലാബിലിറ്റി ക്ലോസ് ഓഫ് ഇറ്റ്സ് മെമ്മറാണ്ടം
of association by following these procedures according to section 13(6) a special resolution passed by the company in relation to alteration shall be filed with the registrar. അപ്പോൾ ഈ കമ്പനിക്ക് ആൾട്ടറേഷൻ നടത്തണമെങ്കിൽ ലാബിലിറ്റി ക്ലോസിൽ ആൾട്ടറേഷൻ നടത്തണമെങ്കിൽ കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് രജിസ്ട്രാർക്ക് മുന്നേ ഫയൽ ചെയ്യണം. അത് സെക്ഷൻ 13(6) പ്രകാരമാണെന്ത് ഫയൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ കമ്പനിക്ക് ലാബിലിറ്റി ക്ലോസിൽ ആൾട്ടറേഷൻ നടത്താൻ പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസിൽ എങ്ങനെ ആൾട്ടറേഷൻ നടത്താൻ പറ്റും? എ ലിമിറ്റഡ് കമ്പനി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ മേ ഇഫ് സോ ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് alter its memorandum in its general meeting to section 61. സെക്ഷൻ 61 പ്രകാരം ഇവർ ക്യാപിറ്റൽ ക്ലോസിൽ ആൾട്ടറേഷൻ നടത്തണമെങ്കിൽ ഒരു ജനറൽ മീറ്റിങ്ങിൽ നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ലിമിറ്റഡ് കമ്പനി ഷെയർ ക്യാപിറ്റൽ ഉള്ള ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസ് അതുപോലെ മെമ്മറാണ്ടൊക്കെ ജനറൽ മീറ്റിങ്ങിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഒരു ആൾട്ടറേഷനിൽ പറയുന്നതെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ഇൻക്രീസ് ഈസ് ഇറ്റ്സ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ബൈ സച്ച് എമൗണ്ട് ആസ് ഇറ്റ് തിങ്സ് എക്സ്പീഡിയൻറ്റ്. അതായത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ കൂടുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആസ് ഇറ്റ് തിങ്ക് എക്സ്പീഡിയൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് നല്ല രീതിയിലാണ്, അല്ലെങ്കിൽ ഇത് കമ്പനിക്ക് യോജിച്ചതാണെന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആൾട്ടറേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ കൂട്ടിയും കൊണ്ട് ആൾട്ടർ ചെയ്യുക. രണ്ടാമത്തെ പറയുന്നതാണ് കൺസോളിഡേറ്റ് ആൻഡ് ഡിവൈഡ് ഓൾ ഓർ എനി ഓഫ് ഇറ്റ് ഷെയർ ക്യാപിറ്റൽ ഇൻ ടു ഷെയർസ് ഓഫ് എ ലാർജർ എമൗണ്ട് ദാൻ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർസ്. അതായത് കമ്പനിയുടെ കൺസോളിഡേറ്റ് ആൻഡ് ഡിവൈഡ് ഓൾ ഓർ എനി ഓഫ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ ഇൻ ടു ഷെയർസ്. കമ്പനിയുടെ ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുകയാണ്? കൺസോളിഡേറ്റ് ആൻഡ് ഡിവൈഡ് ചെയ്യുകയാണ്. കൺസോളിഡേറ്റ് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക. അപ്പോൾ ഒന്നെങ്കിൽ കൺസോളിഡേറ്റോ അല്ലെങ്കിൽ ഡിവൈഡോ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ മൊത്തമുള്ള ഷെയർസ് എല്ലാ ഷെയർസും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ലാർജ് ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. നമ്മുടെ നിലവിലുള്ള ഷെയർസിനെ കൂടുതൽ ഷെയർസിനെ മറിച്ചിട്ട് എന്ത് ചെയ്യാണ്? കുറച്ചും കൂടിയും വലുതാക്കുകയാണെങ്കിൽ ലാർജ് ആക്കിയിട്ട് കൺസോളിഡേറ്റ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും അതും ഒരു ആൾട്ടറേഷനിൽ വരുന്ന കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് കൺവേർട്ട് ഓൾ ഓർ എനി ഓഫ് ഇറ്റ്സ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ആൻഡ് റീകൺവേർട്ട് ദാറ്റ് സ്റ്റോക്ക് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഓഫ് എനി ഡിനോമിനേഷൻ. അതായത് ഒന്നെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്ക് റീകൺവേർട്ട് ചെയ്യുക. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് റീകൺവേർട്ട് ചെയ്യുമ്പോഴും എന്താണ്? ആൾട്ടറേഷൻ, ക്യാപിറ്റൽ ക്ലോസിൽ വരുന്നൊരു ആൾട്ടറേഷനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സബ് ഡിവൈഡ് ഇറ്റ്സ് ഷെയർസ് ഓർ എനി ഓഫ് ദം ഇൻ ടു ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട് ദാൻ ഈസ് ഫിക്സഡ് ബൈ ദി മെമ്മറാണ്ടം. അതായത് ഷെയർസിന് എന്ത് ചെയ്യാണ്? സബ് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ 10 ഷെയർ എന്നുള്ളത് എന്താണ്? 100 ഷെയർ എന്നുള്ളത് ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ 10 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുക, അങ്ങനത്തെ കേസിലാണെങ്കിൽ. ബട്ട് ഇൻ ദി കേസ് ഓഫ് സബ് ഡിവിഷൻ ദ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ദി എമൗണ്ട് പെയ്ഡ് ആൻഡ് ദി എമൗണ്ട് ഇഫ് എനി അൺപെയ്ഡ് ഓൺ ഈച്ച് റെഡ്യൂസ്ഡ് ഷെയർ ഷുഡ് ബി സെയിം ആസ് ഇറ്റ് ഇൻ ദി കേസ് ഓഫ് ദി ഷെയർ ഫ്രം ദി റെഡ്യൂസ്ഡ് ഷെയർ ഈസ് ഡിറൈവ്ഡ്. അപ്പോൾ ഷെയർ എന്ത് ചെയ്യാണ്? സബ് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ സബ് ഡിവൈഡ് ചെയ്യുന്ന കേസിൽ ഈ ഒരു കേസിൽ എമൗണ്ട് പെയ്ഡ് എത്രയാണ്, അതുപോലെ അൺപെയ്ഡ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഈച്ച് റെഡ്യൂസ്ഡ് ഷെയർ ഷുഡ് ബി ദി സെയിം ആസ് ഇറ്റ് വാസ് ഇൻ ദി കേസ് ഓഫ് ദി ഷെയർ ഫ്രം ദി റെഡ്യൂസ്ഡ് ഷെയർ ഈസ് ഡിറൈവ്ഡ്. അതായത് ഇവർ ഷെയർ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ആ ഷെയർസ് എന്തായിരിക്കണം? സെയിം തന്നെ ആയിരിക്കണം. അതായത് ഇപ്പോൾ റെഡ്യൂസ് ചെയ്യുകയാണ്, സബ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഷെയർ സെയിം ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്ന കേസാണ് ക്യാൻസൽ ഷെയർസ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അറ്റ് ദി ഡേറ്റ് ഓഫ് ദി പാസിംഗ് ദി റെസൊല്യൂഷൻ ഇൻ ദാറ്റ് ബിഹാഫ് have not been taken or agreed to be taken by any person and diminish the amount of its share capital and the amount and share capital by the amount of the shares so cancelled. അതായത് ഷെയർസ് ക്യാൻസൽ ചെയ്യുന്ന കേസിലും ഈ ഒരു ആൾട്ടറേഷൻ നടത്തുകയാണ്. ക്യാപിറ്റൽ ക്ലോസിൽ ആൾട്ടറേഷൻ നടത്തുക. അപ്പോൾ ആൾട്ടറേഷൻ നടത്തേണ്ട കേസസ് എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക, രണ്ടാമത് പറഞ്ഞാൽ ഷെയർസ് ഡിവൈഡ് ചെയ്യുക,
അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുക. പിന്നെ പറയുന്നത് കൺവേർട്ട് ചെയ്യുക, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ പറയുന്നതാണ് ഷെയർസിനെ സബ് ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് കേസാണ് ക്യാൻസൽ ചെയ്യുക, ഷെയർ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതിലാണ് ആൾട്രേഷൻ നടത്തുക. ഇതൊക്കെ ജനറൽ മീറ്റിങ്ങിലായിരിക്കും ഒരു ആൾട്രേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി വേറെ കമ്പനി ആൾട്ടർ ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ, എ നോട്ടീസ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ഷാൾ ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ within a period of 30 days of such alteration along with an altered memorandum. ഈ ഒരു ഷെയർ ക്യാപിറ്റൽ കമ്പനി ആൾട്ടർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നോട്ടീസ് സബ്മിറ്റ് ചെയ്യണം. ഷാൾ ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർക്ക് മുന്നേ ഫയൽ ചെയ്യണം. 30 days ഓഫ് സച്ച് ആൾട്ടറേഷൻ, അതായത് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഈ ആൾട്ടർ ചെയ്ത മെമ്മറാണ്ടം ഫയൽ ചെയ്യണം, രജിസ്ട്രാർക്ക് മുന്നേ ഫയൽ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നതാണ് ആൾട്ടറേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. സബ്സ്ക്രിപ്ഷൻ ക്ലോസിലെ ആൾട്ടറേഷൻ എങ്ങനെയാണ്? ദ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ഓഫ് ദി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി കനോട്ട് ബി ആൾട്ടർ. അതായത് ഈ ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ ക്ലോസുകളും ആൾട്ടർ ചെയ്താലും ഇതിൽ ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൾട്ടറേഷനിൽ പറയുന്നത്. അപ്പോൾ ഏതൊരു ക്ലോസ് എടുത്ത് ആൾട്ടർ ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യണം? നെയിം ക്ലോസിൻ്റെ കാര്യത്തിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതുപോലെ രജിസ്റ്റേർഡ് ഓഫീസിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്ലോസിലും പാസ് ചെയ്യണം. ലാബിലിറ്റി ക്ലോസിൽ എന്ന് പറഞ്ഞാൽ അതിലും എന്ത് ചെയ്യണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. പിന്നെ ആൾട്ടറേഷൻ ക്ലോസിലാണ് ജനറൽ മീറ്റിങ്ങിൽ തീരുമാനിക്കുന്നത്, അത് ലാബിലിറ്റി ക്ലോസിൽ. അപ്പോൾ ഇത്രയും എല്ലാവർക്കും ആൾട്ടറേഷനിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ആൾട്ടറേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ.